നിതുംജി എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ അനിൽ എന്ന് പേരുള്ള ഒരാള് പക്കോട വിൽക്കുകയായിരുന്നു. അനിൽ തന്റെ ഭാര്യ നിഷയോടൊപ്പമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ശരിയായിട്ട് അനിലിന്റെ പക്കോട കടയുടെ എതിരിലായി കുൽദീപ് എന്ന് പേരുള്ള ഒരാള് ചായ, പിന്നെ സിറ്റിയിൽ വളരെ പ്രസിദ്ധമായ ഓറിയോ ബിസ്ക്കറ്റ് വിറ്റുകൊണ്ടിരുന്നു. കുൽദീപും അനിലും മാറി മാറി വളരെ അസൂയാലുക്കളായിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. വാ അനിലേ, നിന്റെ പക്കോട ജോലിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇവിടെ നോക്ക്, നിന്നോട് എന്ത് പറയാനാ. നീ എപ്പോഴാ സിറ്റിയിലുള്ള ഫേമസ് ഉള്ള ഓരോ ബിസ്ക്കറ്റ് എടുത്തിട്ട് വന്നോ? അപ്പൊ പോലും ചായക്ക് ആ ബിസ്ക്കറ്റ് ആണ് എല്ലാരും കഴിക്കുന്നത്. എന്ത് പറയാനാണ് ചേട്ടാ, എന്റെ വ്യാപാരം അത്ര ഒന്നും നന്നായിട്ട് പോകുന്നില്ല. ചില നേരത്തില് എന്റെ അടുത്ത് കസ്റ്റമർ വരുന്നുണ്ട്, ചില നേരത്തെ നിങ്ങളുടെ അടുത്തും കസ്റ്റമർ വരുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്, നിങ്ങളുടെ ആ പക്കോട വ്യാപാരം അങ്ങ് നിർത്തിയേക്കേ. ചേട്ടാ, നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? നിനക്ക് മുമ്പ് തന്നെ ഈ കച്ചവടമൊക്കെ ഞാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് നീ നിന്റെ കട മൂടിക്കോ. ഞാൻ എന്റെ കടയൊന്നും മൂടാൻ പറ്റില്ല. അങ്ങനെ വെച്ചാൽ ഞാൻ എന്റെ കട മൂടാൻ പോകുന്നില്ല. രണ്ടുപേരും മാറി മാറി വഴക്കിട്ടിട്ട് അവരവരുടെ കടയിലേക്ക് തിരികെ പോയി. പക്ഷേ മറ്റൊരു വശത്ത് ജമീന്ദാർ അമ്മയായ നിധു തന്റെ പണിക്കാരൻ ടിറ്റുവിനോട് എന്ത് പറഞ്ഞെന്നാൽ, ടിറ്റു, എനിക്ക് പുതിയ ഒരു വ്യാപാരം ആരംഭിക്കണം. എന്ത് ചെയ്യാമെന്ന് പറയൂ. മുതലാളിയമ്മ, ഞാനിപ്പോഴെന്താ കാണുന്ന വെച്ചാൽ ഈ നഗരത്തിലുള്ള സാധനങ്ങളാണ് നന്നായിട്ട് പോകുന്നത്. ഏതുപോലുള്ള? അത് എന്താണെന്ന് വെച്ചാൽ ഈ മാഗി എന്ന് പറഞ്ഞ സാധനമൊക്കെ ഗ്രാമത്തിലാണ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് നല്ല രുചിയുണ്ടെന്നാ പറയുന്നത്. എന്നാലൊന്ന് ചെയ്യാം. നാളെ മുതൽ നമ്മൾ മാഗി തന്നെ വ്യാപാരം ചെയ്യാം. അതും രുചികരമായി ചെയ്യാൻ കെമിക്കൽ ഇട്ട് ചെയ്യാം. ചെല്ലു ടിറ്റു, ആവശ്യമായ സാധനങ്ങൾ വാങ്ങിട്ട് വാ. പിന്നെ നമ്മുടെ ഗുല്ലുവിനോട് എല്ലാ ഗ്രാമങ്ങൾക്കും മരുന്നൊക്കെ വിൽക്കുന്നുണ്ടല്ലോ, ആഹാരം രുചികരമായി മാറ്റുന്ന മരുന്ന് കൊണ്ടുവരാനായി പറയൂ. മുതലാളി അമ്മേ, ഇന്ന് വ്യാപാരം തന്നെ തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് ജനങ്ങളെ എങ്ങനെ പറ്റിക്കാന്ന് നിങ്ങൾ ആലോചിച്ച് തുടങ്ങിയോ? നിങ്ങൾ ശരിക്കും ഒരു അത്യാഗ്രഹം കൊണ്ട് ആള് തന്നെയാണ്. വാ ഇടയ്ക്ക്, ഞാൻ പറഞ്ഞതൊക്കെ ചെന്ന് വാങ്ങിട്ട് വാ. ഒരുപാടൊന്നും സംസാരിക്കണ്ട. ടിറ്റു സാധനങ്ങൾ വാങ്ങിക്കാനായി ചെന്നു. പിന്നെ വൈകുന്നേരത്തിനകത്ത് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് തിരികെ വന്നു. അടുത്ത ദിവസം രാവിലെ ജമീന്ദാരമ്മ ഗ്രാമത്തിൽ മാഗി വിൽക്കാൻ തുടങ്ങി. വരൂ, വാങ്ങിച്ചോളൂ, മാഗി വാങ്ങിച്ചോളൂ. ഓറിയോ അല്ല, പക്കോടയല്ല, മാഗി കഴിച്ച് സന്തോഷമായിട്ടുണ്ടാവൂ. മാഗി കഴിച്ചോളൂ, ശക്തിശാലി ആയിക്കോളൂ. അപ്പോഴാണ് അതുവഴി ഒരു അമ്മ വന്നത്. പിന്നെ അവർ മാഗി എന്ന് പറഞ്ഞത് കേട്ടിട്ട് അവിടെ തന്നെ നിന്നു. എന്റെ ദൈവമേ, മാഗിയൊക്കെ നഗരത്തിൽ മാത്രമേ കിട്ടൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി മുതൽ ഈ ഗ്രാമത്തിലും മാഗി കിട്ടും. ഈ മാഗി ഈ ഗ്രാമത്തിൽ എന്നെ അല്ലാതെ വേറെ ആരും ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ശരി, എനിക്കൊരു പ്ലേറ്റ് മാഗി തരൂ. ശരി ശരി, ഇപ്പൊ തന്നെ തരാം. ടീറ്റു, ഒരു പ്ലേറ്റ് മാഗി കൊടുക്ക്. ടീറ്റു ആ അമ്മയ്ക്ക് ഒരു പ്ലേറ്റ് മാഗി നൽകി. പിന്നെ ആ അമ്മ ആ മാഗി കഴിച്ചിട്ട് ഒരുപാട് സന്തോഷിച്ചു. ഇത് വളരെ രുചികരമായിട്ടുണ്ടല്ലോ. ഇതിനു മുൻപേ ഇത്ര രുചിയുള്ള ഒന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ഇന്നു മുതൽ ഞാൻ ദിവസവും ഒരു പ്ലേറ്റ് മാഗി കഴിക്കുന്നതായിരിക്കും. ആ മാഗി വളരെ രുചികരമായിരുന്നു. കാരണം ആ ജമീന്ദാരമ്മ ആ ആഹാരം രുചികരമാക്കുന്ന മരുന്ന് ചേർത്തിരുന്നു. പക്ഷേ ഈ കാര്യം ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. പതുക്കെ പതുക്കെ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളും ജമീന്ദാരമ്മയുടെ മാഗി വണ്ടിക്കടയിൽ അവരുടെ ടിഫൻ പിന്നെ ഉച്ചഭക്ഷണവും അവർ കഴിക്കാൻ തുടങ്ങി. അനിൽ പിന്നെ കുൽദീപിന്റെ കസ്റ്റമേഴ്സ് അവിടെ പോകുന്നത് തന്നെ അവർ നിർത്തി. അതുകൊണ്ട് ഒരു ദിവസം കുൽദീപ് അനിലിനെ കാണാനായി ചെന്നു. എന്നിട്ട് അവനോട് എന്തു പറഞ്ഞെന്നാൽ, അനിൽ ചേട്ടാ, ഇപ്പൊ കച്ചവടം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്ത് പറയാനാ, വ്യാപാരം പണ്ടിപ്പോ ഒന്നും മര്യാദയ്ക്ക് പോകുന്നില്ല. എല്ലാം ആ മുതലാളി അമ്മേന്റെ മാഗി കൊണ്ടാണ് നടക്കുന്നത്. അല്ലട്ടാ, എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം അവിടെ പോയിട്ട് മാഗി കഴിക്കണം തോന്നുന്നു. ശരി ശരി, വാ വാ, നമുക്ക് പോയി ഒന്ന് കഴിച്ചു നോക്കാം. അനിലും കുൽദീപും രണ്ടുപേരും ജമീന്ദാർ അമ്മയുടെ മാഗി കടയിലേക്ക് ചെന്നു. അവർ അവിടേക്ക് ചെന്നതും ടീറ്റു മാഗി ചെയ്യുന്നത് അവർ ശ്രദ്ധിച്ചു. ടീറ്റു മാഗിയെ രുചികരമാക്കുന്ന മരുന്ന് ആ മാഗിയിൽ ചേർത്തു. ടീറ്റു, നീ ആ മാഗിയിൽ എന്താണ് കലർന്നുകൊണ്ടിരിക്കുന്നത്? ഇത് എന്തുപോലുള്ള കെമിക്കലാണ്? ചേട്ടാ, ഇവിടെ നോക്ക്, ഇതൊന്നുമല്ല. ഇത് മാഗിനെ രുചിയാക്കാൻ വേണ്ടിയാണ്. ഇല്ല, ഞാൻ കണ്ടതാണ്. നീ മാഗിയെ രുചിയാക്കാൻ വേണ്ടി എന്തോ 2-3 ഗുളിക ഇട്ടിട്ടുണ്ട്. നിനക്ക് അറിയില്ലേ ജനങ്ങൾ ഇത് കഴിച്ചാൽ അവർക്ക് സൂക്കേട് വരുമെന്ന്? അപ്പോഴാണ് ജമീന്ദാർ അമ്മ അവിടേക്ക് വന്നത്. അവർ രണ്ടുപേരോടും അവർ എന്തു പറഞ്ഞെന്നാൽ,
അതെ, ഞങ്ങൾ മരുന്ന് തന്നെയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ? പക്ഷേ ഇത് തെറ്റാണ്. അതിനെന്താണിപ്പോ? ഞാൻ ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരിയാണ്. എന്നെ ആരും ഒന്നും ചെയ്യാനാവില്ല. പോകൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എല്ലാരും എന്തു പറയും? നിങ്ങൾ രണ്ടുപേരുടെ തൊഴിലും നശിച്ചു പോയി, അതുകൊണ്ടാണ് നിങ്ങൾ അസൂയപ്പെടുന്നതെന്ന്. ആദ്യം ഇവിടെ നിന്ന് പോകൂ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അനിലും കുൽദീപും ആ സ്ഥലത്തു നിന്നും പോയി. അവർ നോക്കിയപ്പോൾ അനിലിന്റെ കടയുടെ മുൻപിലായി ഒരു സാധു നിൽക്കുകയായിരുന്നു. ഇവിടെ നോക്കുമോനെ, കഴിക്കാൻ വല്ലതും തന്നേക്ക്. ഇവിടെ നോക്കുമോനെ, വളരെ ദൂരത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. എന്ത് വേണമെങ്കിലും തന്നോളൂ. പാൽ, പക്കോട, എന്തായാലും ശരി. ശരി സ്വാമിജി, ഇപ്പൊ തന്നെ കഴിക്കാൻ ഞാൻ പക്കോട തന്നേക്കാം. ഞാൻ നിങ്ങൾക്ക് പാലും ഓരിയ തന്നേക്കാം. കുൽദീപ് പാലും ഓറിയയും എടുത്തുകൊണ്ട് വന്നു. പിന്നെ അനിൽ പക്കോട എടുത്തുകൊണ്ട് വന്നു. സാധു അനിലിന്റെ പക്കോട പിന്നെ കുൽദീപിന്റെ ഓറിയോ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പാല് കുടിച്ചു. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ വളരെ നന്ദിയുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ വളരെ വിഷമത്തിലായിരുന്നു നിങ്ങൾ. എന്താണ് കാര്യം? എന്നോട് പറയൂ, ഞാൻ നിങ്ങളെ സഹായിച്ചോളാം. അനിലും കുൽദീപും നിധു ജമീന്ദാർ അമ്മയുടെ കഥയെല്ലാം തന്നെ ആ സാധുവിനോട് പറഞ്ഞു. അത് കേട്ടിട്ട് സാധു അവരോട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു അത്ഭുതമുള്ള കാര്യം തന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ആ ജമീന്ദർ അമ്മേനെക്കാട്ടും അധികമായിട്ട് രുചിയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഇരുന്ന് ജോലി ചെയ്യേണ്ടത്. സാധു തന്റെ കൈയെ മുൻപിലേക്ക് നീട്ടി എന്നിട്ടൊരു മന്ത്രം പറഞ്ഞു. മന്ത്രം പറഞ്ഞതും തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മാന്ത്രിക ചീൻചട്ടി വന്നു. ആ ചീൻചട്ടി അദ്ദേഹം അനിലിന്റെ കയ്യിൽ കൊടുത്തിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഈ കടായി എടുത്തോളൂ. ഈ കടായിൽ വെള്ളം തന്നെ എണ്ണ പോലെ ജോലി ചെയ്തേക്കും. ഇതിൽ നിങ്ങൾ രണ്ടുപേരും സാധനങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടായിക്കോളൂ. പിന്നെ ചേർന്ന് ജോലി ചെയ്തേക്കണം. നല്ല വലിയ ആൾക്കാരാവൂ. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണം. ശരി സ്വാമിജി. സാധു തന്റെ വഴിയിൽ പുറപ്പെട്ടു പോയി. കുൽദീപ് അനിലിന്റെ കയ്യിൽ തന്റെ ഓറിയോ കൊടുത്തു. പിന്നെ അത് ചീൻചട്ടിയിലിട്ട് പൊരിക്കാൻ തുടങ്ങി. അനിൽ ആ ഓറിയോ പക്കോടയെ പുറത്തെടുത്തു. പിന്നെ അത് രണ്ടുപേരും കഴിച്ചു നോക്കി. ആ ഓറിയോ പക്കോട അത്ര രുചികരമായിരുന്നു. ഇത് ശരിക്കും നല്ല രുചിയായിട്ടുണ്ട്. നമുക്കത് ഇപ്പൊ തന്നെ വ്യാപാരത്തിലേക്ക് വിൽക്കാൻ തുടങ്ങണം. അനിലും കുൽദീപും രണ്ടുപേരും ഓറിയോ പക്കോട വിൽക്കാനായി തുടങ്ങി. പക്കോട, പക്കോട, ഓറിയോ പക്കോട. ഇത് കഴിച്ചതിന് ശേഷം ആരും ഈ കട വിട്ടിട്ട് പോകാൻ മനസ്സേ വരില്ല. കാരണം ഇത് വളരെ നല്ല രുചിയാണ്, പിന്നെ നല്ല ആരോഗ്യമാണ്. വന്ന് ഞങ്ങളുടെ പക്കോട കഴിച്ചോളൂ. അപ്പോഴാണ് അതുവഴി ഒരാള് തന്റെ വയറ്റിൽ കൈവച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഓറിയോ പക്കോട എന്ന് കേട്ടതും തന്നെ നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചേടാ, ഇത് എന്താണ്? ഓറിയോ പക്കോടോ? ഇതുപോലെ കേട്ടിട്ടേ ഇല്ലല്ലോ. ചേടാ, കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കഴിച്ചു നോക്ക്. പിന്നെ ചേട്ടാ, എന്തിനെങ്ങനെ വയറ് പിടിച്ചോണ്ട് വന്നോണ്ടിരിക്കുന്നത്? ചേടാ, എന്ത് പറയാനാ, വയറ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഗ്രാമത്തിലെ കുറെ പേർക്ക് ഈ പ്രശ്നമുണ്ട്. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നേ ഇല്ല. ഞാൻ ഈ ഓരിയോ പക്കോട കഴിക്കാവോ വേണ്ടേ എന്ന്. കഴിച്ചു നോക്ക്. ഒരു പക്ഷെ നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയായിക്കോളും. ഇത് സ്നാക്സ് ആണോ ഗുളികയാണോ? ശരി, താ ഒരു പ്ലേറ്റ് തന്നേക്ക്, ഒന്ന് കഴിച്ചു നോക്കട്ടെ. കുൽദീപ് ആളുടെ കയ്യിൽ ഒരു പ്ലേറ്റ് ഓറിയോ പക്കോട നൽകി. ആ മനുഷ്യൻ ആ ഓറിയോ പക്കോട കഴിച്ചതും തന്നെ അദ്ദേഹത്തിന്റെ വയറുവേദനയൊക്കെ കാണാതെ പോയി. എന്റെ പൊന്നോ, ഇത് ശരിക്കും ഒരു മായ ഓരിയോ പക്കോട തന്നെയാണ്. ഇത് കഴിച്ച ഉടനെ എന്റെ വയറുവേദനയൊക്കെ വേഗം പോയല്ലോ. താ മോനെ, ഇന്നൊരു പ്ലേറ്റ് തന്നേക്ക്. അദ്ദേഹത്തിന് ഇനിയൊരു പ്ലേറ്റ് കുൽദീപ് നൽകി. മറ്റൊരു വശത്തെ ഗ്രാമത്തിലെ ജനങ്ങൾക്കൊക്കെ അസുഖം പിടിച്ചിരുന്നു. അതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അനിൽ കുൽദീപിന്റെ ഓറിയോ പക്കോട കഴിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ജമീന്ദാർ അമ്മയുടെ മാഗി കസ്റ്റമേഴ്സ് ഒക്കെ അവിടെ വരാതെ ആയി. അതുകൊണ്ട് ഒരുപാട് ദേഷ്യത്തോടെ ജമീന്ദാർ അമ്മ ടിറ്റുവിനോട് എന്തു പറഞ്ഞെന്നാൽ, അല്ല, എന്തു പറ്റി? വ്യാപാരം നന്നായിട്ടല്ലേ നടന്നുകൊണ്ടിരുന്നത്? പെട്ടെന്ന് കസ്റ്റമേഴ്സ് ഒക്കെ എന്താ ഇത്ര കുറയാൻ തുടങ്ങിയത്? മുതലാളി അമ്മേ, അതായത് നമ്മുടെ മാഗി കഴിച്ചിട്ട് ജനങ്ങൾക്കൊക്കെ വയറുവേദന വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മറുവശത്തിൽ ആ അനിലും കുൽദീപും ഒരു വിചിത്രമായ സ്നാക്സ് വിൽക്കുന്നുണ്ട്. ഓ ഓ ഓ ഓരിയോ പക്കോട. ആ, ഓരിയോ പക്കോട ആണ് വിറ്റോണ്ടിരിക്കുന്നത്. അത് കഴിച്ചതിന് ശേഷം ജനങ്ങളുടെ വയറുവേദനയൊക്കെ പോയിന്നാ പറയുന്നത്. അതെങ്ങനെ സാധിക്കാനാ? അവരെന്താ എന്തെങ്കിലും മന്ത്രവാദം കാണിച്ച് ഓറിയോ പക്കോട ചെയ്യുകയാണോ? അതെ മുതലാളി അമ്മേ, അവര് കടായിലാണ് ഓരിയോ പക്കോട ഒക്കെ ചെയ്യുന്നത്. അതൊരു മായ കടായാലേ.
അതൊരു സാധുവാണ് അവർക്ക് സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ കടായിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നല്ല രുചിയായിട്ട് വരും എന്നാ പറയുന്നത്. പിന്നെ സൂക്കേടുകളൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ടെന്ന്. അതെയോ, അതാണ് കാര്യമെങ്കിൽ ആ ചീൻചട്ടി നമ്മുടെ കയ്യിലേക്ക് വരണം. രാത്രി ഇരുട്ടിയതും നമ്മൾ ചെന്ന് ആ ചീൻചട്ടി മോഷ്ടിച്ചിട്ട് വരാം ടീറ്റു. ആദ്യം ചതി ചെയ്യാൻ തുടങ്ങി, ഇപ്പൊ നിങ്ങൾ മോഷ്ടിക്കാനും തുടങ്ങിയിട്ടുണ്ടോ? വാ അടച്ചു വെക്ക്, ഞാൻ എന്തു പറയുന്നു അത് ചെയ്താൽ മതി. രാത്രി ഇരുട്ടിയതും ആ ഇരുട്ടത്തെ ജമീന്ദാറമ്മയും ടീറ്റുവും എന്തു ചെയ്തെന്നാൽ രണ്ടുപേരും അനിൽ പിന്നെ കുൽദീപിന്റെ ഓറിയോ പക്കോട കടയിലേക്ക് വന്നു. അവർ ആ കട തുറന്ന് ആ ചീൻചട്ടിയെ തേടാൻ തുടങ്ങി. അവർക്ക് ആ ചീൻചട്ടി കിട്ടി. ജമീന്ദാറമ്മയും ടീറ്റുവും ആ ചീൻചട്ടി എടുത്തുകൊണ്ട് ആ കടയിൽ നിന്നും പുറത്തേക്ക് വന്നതും പുറത്തു വന്നു നോക്കിയപ്പോൾ തലവൻ അനിൽ പിന്നെ കുൽദീപ് ഗ്രാമത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കുകയായിരുന്നു. ജമീന്ദാരമ്മേ, നിങ്ങളുടെ മോഷണം നിങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. അത് തലവൻ സാറേ, നിങ്ങളോ? അതെ, ഞാൻ തന്നെ. ഗ്രാമത്തിൽ ജനങ്ങൾക്ക് വയറുവേദന വന്നപ്പോൾ തന്നെ നിന്റെ മാഗിയെ തടസ്സം ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് നീ നിന്റെ ജോലിക്കാരൻ ടിറ്റുവിനടുത്ത് സംസാരിച്ചത് ഞാൻ കേട്ടോണ്ടിരുന്നത്. മുതലാളി, അത് ഞങ്ങൾ തന്നെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഇവര് മാഗിയിലെ രുചി ഉണ്ടാക്കാൻ വേണ്ടി ഗുളികളൊക്കെ ചേർക്കുന്നത് ഞാൻ തന്നെ കണ്ടതാണ്. അതുകൊണ്ടാണ് ആർക്കും സുഖമില്ലാതെ പോയത്. തലവൻ സാറേ, അങ്ങനെയൊക്കെ ഒന്നുമില്ല. ഇപ്പൊ നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനേ പറ്റില്ല. പിന്നെ നീ ഈ കടായി കക്കുമ്പോൾ നിന്നെ ഞാൻ കൈകൊണ്ട് പിടിച്ചോ. അത്യാഗ്രഹം കൊണ്ട് നീ മണ്ടനായോ? ഗ്രാമജനങ്ങൾക്ക് ആരോഗ്യത്തിന് നീ കേടുണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും പണം വെച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോവാണ്? നീ മരിച്ചതിന് ശേഷം ₹1 കാശ് പോലും നിനക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് നിനക്ക് ഇത്തിരി അത്യാഗ്രഹം? നിന്നെയും പിന്നെ നിന്റെ ജോലിക്കാരനും ഇപ്പൊ തന്നെ ഈ ഗ്രാമത്തിലോട്ട് ഞങ്ങൾ പുറത്താക്കുകയാണ്. പോയേക്കേ. ഇനി എപ്പോഴും നിന്റെ മുഖം ഇവിടെ കാണിക്കാൻ പാടില്ല. തലവനും ഗ്രാമത്തിലെ ജനങ്ങളും നീറ്റു ജമീന്ദാരമ്മ പിന്നെ അവരുടെ കയ്യാളായ ടിറ്റുവിനെ ഗ്രാമത്തിൽ നിന്നും തന്നെ പറഞ്ഞയച്ചു. പിന്നെ അനിൽ കുൽദീപിന്റെ ഓറിയോ പക്കോട ആ ഗ്രാമം മൊത്തം പ്രസിദ്ധമായി മാറി.